ഞങ്ങൾ 2 പ്രാവശ്യമായിട്ട് ഇപ്പം മാഡത്തിനെ കാണാൻ വേണ്ടിയിട്ട് ഒരു അപ്പോയിന്റ്മെന്റ് ഇവരടുത്ത് ചോദിക്കുന്നു, തരുന്നില്ല. PA ഇന്നലെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ PA പറഞ്ഞ കാര്യം ഓൾറെഡി ഷെഡ്യൂൾ ചെയ്ത മീറ്റിംഗ് ആണ്, അപ്പോൾ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പിള്ളേരെ കൊണ്ട് നമ്മളിപ്പോൾ റോട്ടിൽ വന്നിട്ട് ഇത് കൊടുക്കേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുന്നത്. ആവശ്യം ഞങ്ങളതാണ്, ഞങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ അവർ ഒരു കാര്യത്തിലും അവരിപ്പം റെസ്പോണ്ട് ചെയ്യുന്നില്ല. ചെയ്തു തരാമെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ കോൾ എടുക്കുന്നുണ്ട്. അന്ന് DCC അതിന് പോയതിന് ശേഷം കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ചെയ്തു തരാമെന്ന് തന്നെ പറയുന്നു. പക്ഷേ ഡേറ്റ് വ്യക്തമല്ല, ഒരു ക്ലാരിറ്റി വന്നിട്ടില്ല. അപ്പോൾ ഇന്നെങ്കിലും അതിനൊരു ഡേറ്റ്, മെയ്യിൽ അപ്പുറത്തേക്ക് ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല. ഒരു മെയ് മാസത്തിനുള്ളിലെങ്കിലും ഞങ്ങളുടെ കാര്യങ്ങൾ അവർ ചെയ്തു തരുമെങ്കിൽ ചെയ്തു തരുന്ന ഒരു ഡേറ്റ് ഇന്നെങ്കിലും ഞങ്ങളോട് അവർ പറഞ്ഞു തരണം. അതല്ല എങ്കിൽ അവർക്ക് ചെയ്തു തരാൻ പറ്റില്ലെങ്കിൽ പറ്റില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കി തരണം. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. കാണാൻ പറ്റിയിട്ടില്ല എങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി നമ്മളുടെ കാര്യങ്ങൾ സംസാരിക്കാൻ ഈ പാർട്ടി ചുമതലപ്പെടുത്തിയ ഒരു MLA ഉണ്ട്. അവരടുത്ത് നമ്മൾ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഈ മെയ് മാസത്തിൻ്റെ ഉള്ളിലും അവർ ചെയ്തിട്ടില്ല എങ്കിൽ ഞങ്ങൾക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അച്ഛൻ കുടുംബത്തിനൊപ്പം സ്നേഹിച്ചത് പാർട്ടീനെയാണ്. പക്ഷെ ഞാൻ എൻ്റെ മക്കളുടെ ഭാവി എനിക്ക് സേഫ് ആക്കിയേ പറ്റുള്ളൂ. ഈ കണ്ട അച്ഛൻ കൊണ്ടുവച്ചിരിക്കുന്ന പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ ഇവിടുത്തെ പൊതുസമൂഹത്തിന് അറിയുന്ന കാര്യമാണ്. അച്ഛൻ പാർട്ടിയിൽ പോയതിനു ശേഷം സമ്പാദിച്ച കാര്യമല്ല. എൻ്റെ കുട്ടികൾക്ക് അവകാശപ്പെട്ട, കുട്ടികൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു അമ്മ എന്ന നിലയ്ക്ക് ആ കുട്ടികൾക്ക് ഒരു നീതി മേടിച്ചു കൊടുക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. അതിന് ഏതറ്റം വരെ ഞാൻ പോകും. ഉറപ്പ് തരുന്നത് ഞങ്ങൾ അതിൻ്റെ ഒരു 5ാമത്തെ ദിവസം തന്നെ A to Z കാര്യങ്ങൾ ഞങ്ങൾ സണ്ണി ജോസഫ് MLAക്ക് കൈമാറിയതാണ്. അതിലൊന്നുപോലും അവർ ചെയ്തു തരുന്നില്ല എന്ന് പറയുന്നില്ല. നിങ്ങൾ പറയുന്നത് ന്യായമാണ്, നിങ്ങളോടൊപ്പം തന്നെയാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഉറപ്പ് തന്ന ആൾക്കാരിൽ ഒരാൾ പോലും എന്തായി? അന്നിപ്പം MV ഗോവിന്ദൻ പറഞ്ഞിട്ട് CPM നേതാവ് വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, വിജയന്റെ കുടുംബം കോൺഗ്രസ് നിന്നില്ലെങ്കിൽ ഞങ്ങളൊപ്പം നിൽക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷെ നിങ്ങളൊരു കാര്യം ഓർക്കേണ്ടതെന്ന് വെച്ചാൽ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു കോൺഗ്രസ് നേതാവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു വിജയന്റെ കുടുംബത്തിന് CPMന്റെ ഔദാര്യം വേണ്ട എന്ന്. എന്നാൽ ആ നേതാവ് ഒരിക്കലെങ്കിലും വിജയന്റെ കുടുംബം ജീവിച്ചിരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിക്കേണ്ട ഒരു മര്യാദയല്ലേ? ഞങ്ങളുടെ പേഴ്സണൽ നമ്പർ വരെ മേടിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നല്ലോ. ഒരാൾക്ക് എപ്പോഴെങ്കിലും ഒന്ന് വിളിച്ച് ചോദിക്കാമല്ലോ. കാര്യങ്ങൾ നടക്കുന്നില്ല. ഇപ്പം ഇപ്പം ദിവസം ഇത്രയായി, 129 ദിവസമായി ഇന്നത്തേക്ക്. അപ്പം നമുക്ക് ഇപ്പം അന്നത്തെ ആ ഒരു സമയവും മാറി, കാണുന്ന ആൾക്കാരെ കാഴ്ചപ്പാടും മാറി, എല്ലാം മാറി. ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. ബാങ്കിൽ നിന്നും ബാക്കിയുള്ള സ്വകാര്യ വ്യക്തികളാണെങ്കിൽ പോലും അവരെല്ലാം അന്വേഷിച്ച് വീട്ടിലേക്ക് വരാനും തുടങ്ങി. പിന്നെ ഫോൺ വിളിച്ച് സംസാരിക്കാൻ തുടങ്ങി. പക്ഷെ അവരെ ടോണും മാറി തുടങ്ങി. പക്ഷെ അവരെ ധാരണ നമുക്കെന്തോ കിട്ടിയിട്ട് നമ്മളൊന്നും ചെയ്യുന്നില്ല എന്നുള്ളൊരു ധാരണയിലാണ് ഇപ്പോൾ അവർ പോകുന്നത്. അങ്ങനെ പുറത്തൊരു ഫ്ലാഷ് ന്യൂസ് വന്നേക്കുന്ന അങ്ങനെയാണ്. നമുക്കെന്തോ ഇത് കൊടുത്തു. ഇപ്പം കാര്യം എന്തായാലും ഇതിന് മുന്നോട്ട് പോകുക തന്നെയാണ്. അല്ലാണ്ട് വേറെ നിവൃത്തിയില്ല. മക്കളെ എന്തെങ്കിലും ഇതാക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് എന്തായാലും ഇത്ര വയസ്സൊക്കെ ആയി. പക്ഷെ എന്നാൽ അതിലും മക്കൾ ചെറുതല്ലേ, അവർക്ക് ഇതിലേക്ക് എത്തിപ്പെടാനുള്ളൊരു ചാൻസും ഇല്ല. ഇനി അവർക്ക് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനി